PM ശ്രീ ആണല്ലോ ലീഗിനിപ്പോൾ തലവേദന. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ. പക്ഷേ PM ശ്രീക്ക് മധുരമുണ്ടെന്ന് ലീഗിന് തോന്നിയത് അധികാരം കിട്ടിയപ്പോഴാണെന്ന് മാത്രം. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കയ്പായിരുന്നു. കയ്പെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കയ്പായിരുന്നു ഇല്ലേ ഷാജി സാഹിബേ? ഞാൻ നിങ്ങളോട് പറയുന്നു, ആയിക്കോട്ടെ, നമ്മളോട് തന്നെ നിങ്ങൾ പറഞ്ഞോളൂ, എന്താ കാര്യം? നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാര RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. ചവറ്റുകൊട്ടയിലേക്കൊക്കെ എറിയണോ? അതെന്തിനാണാവോ? അങ്ങനെ ഒരു RSS-ന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട. അല്ല സാജി സാഹിബേ, പഠിക്കണമെന്ന് അവര് നിർബന്ധിച്ചാലോ RSS-കാര്? അങ്ങനെ പഠിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഇല്ലാതെയാവണം. ഇപ്പോൾ അധികാരം കിട്ടി, ജനാധിപത്യം ഇല്ലാതായോ? പിന്നെ അധികാരം കിട്ടിയപ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ പച്ചപ്പടക്കാർ പറയുന്നത് ഷാജി സാഹിബ് പറഞ്ഞ ആ ചവറ്റുകൊട്ടയുണ്ടല്ലോ അതിപ്പോൾ കാണാനില്ലെന്നാണ്. അതെങ്ങാനും കിട്ടിയാൽ എപ്പോൾ എറിഞ്ഞെന്ന് ചോദിച്ചാൽ പോരെ ഈ PM ശ്രീയെ? വല്ലാത്തൊരു ഗതികെട്ട ജന്മങ്ങൾ തന്നെ. വന്ദേ മാതരം മുഴുവൻ കേട്ട് സത്യപ്രതിജ്ഞയും ചൊല്ലി അധികാരമേറ്റ് വിദ്യാഭ്യാസ മന്ത്രിയുടെ കസാരയിൽ അമർന്നിരുന്നപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസമുള്ള, അതും ഗണിതശാസ്ത്രത്തിൽ പ്രത്യേക വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രിക്ക് PM ശ്രീ എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു അസ്കിത. എന്നാലും ചോദിക്കട്ടെ, PM ശ്രീയുമായി ബന്ധപ്പെട്ട് വല്ല റിപ്പോർട്ടും ലഭിച്ചോ സാറേ? റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഷാജി സാഹിബ് പറഞ്ഞ ചവറ്റുകൊട്ടയിൽ എപ്പോഴത് തള്ളുന്നത്? അത് ഞങ്ങളൊന്ന് ചർച്ച ചെയ്തതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ. അതെന്താ സാറേ ഇപ്പൊ അങ്ങനെ ഒരു ചർച്ച? നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ, ചവറ്റുകൊട്ടയിൽ തള്ളുമെന്നല്ലേ? അങ്ങനെ പറഞ്ഞ ഷാജി സാഹിബിന് ഇക്കാര്യം അറിയില്ലായിരുന്നോ? ഇതെല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പൊ നമ്മുടെ നിലപാടിനൊരു വ്യക്തത കുറവുണ്ടോ ശംസുദ്ദീൻ സാഹിബേ? ലീഗിന്റെ നിലപാട് അക്കാര്യത്തിൽ സുവ്യക്തമാണ്. അപ്പൊ ചവറ്റുകൊട്ടയിൽ എറിയുന്ന കാര്യത്തിൽ ഇപ്പോഴൊരു തീരുമാനമായിട്ടില്ലല്ലേ? എന്താണ് PM ശ്രീയുമായി മുന്നോട്ട് പോവില്ല എന്ന് നമുക്കങ്ങ് ഉറപ്പിച്ചു പറയാൻ പറ്റാത്തത് സാറേ? ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂയിങ് എൻറ്റിറ്റിയാണ്. ഒരു ഗവൺമെന്റിന്റെ തുടർച്ചയാണ് വരുന്ന ഗവൺമെന്റ്. ഓ, അതൊരു പുതിയ അറിവാണ്. ഒരു സർക്കാരിന്റെ തുടർച്ചയാണ് പിന്നെ വരുന്ന സർക്കാർ എന്നത് ഒരു പുതിയ അറിവ് തന്നെ. പക്ഷെ വേറൊരു കുഴപ്പമുണ്ടല്ലോ സാറേ, മുൻ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച കേരയിൽ ഉപേക്ഷിക്കാൻ നമുക്ക് ഒരു ചർച്ചയും കൂടിയാലോചനയും ഒന്നും വേണ്ടി വന്നില്ലട്ടോ. ഭരണത്തിലെത്തുന്നതിന് മുമ്പ് പാവം വിശ്വാസികളുടെ വോട്ട് പെട്ടിയിലാക്കാൻ വേണ്ടി വലിയ വായിൽ സംഘപരിവാർ വിരുദ്ധത പറയും. അധികാരം കിട്ടിയാലോ അവരുമായി കൂട്ടുകൂടാൻ ഒരു മടിയും കാണിക്കുകയുമില്ല മുസ്ലിം ലീഗ്. വടകരയും ബേപ്പൂരും അടക്കം നിരവധി ഉദാഹരണങ്ങൾ ഉണ്ട് ഇവിടെ. നമുക്ക് വോട്ടാണ് വേണ്ടത്, അത് BJP-ക്കാർ ചെയ്യുമെങ്കിൽ അവരുമായി സംസാരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞത് ഇതേ ലീഗ് നേതാവ് PMA സലാമാണ്. നമുക്ക് വോട്ടാ വേണ്ടത്. അത് ഒരു ബൂത്ത് കമ്മിറ്റി അറിഞ്ഞോ, മണ്ഡലം കമ്മിറ്റി അറിഞ്ഞോ, മറ്റേ കമ്മിറ്റി അറിഞ്ഞോ എന്നുള്ള പ്രശ്നമല്ല. നമുക്ക് വോട്ട് വേണം. അതിന് നമ്മുടെ ആളുകളൊക്കെ വോട്ട് ചെയ്യണം. ഈ വോട്ട് ചെയ്യാൻ തയ്യാറുള്ള ആളുകളൊക്കെ കാണും. BJP-ക്കാരെ നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ BJP-ക്കാരനെ ഞാൻ പോയി കാണാൻ തയ്യാറാണ്. നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥി ജയിപ്പിക്കണം. എന്നാലും മുന്നിലിരിക്കുന്ന പച്ചപ്പടക്കാരെ പൊട്ടന്മാരാക്കാൻ വേണ്ടി KM ഷാജിമാർ വലിയ വായിൽ പച്ച നുണകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ബാക്കി എല്ലാവർക്കും മതാപല്ലേ, ബാക്കി എല്ലാവർക്കും അവന്റെ സ്വത്വബോധമാവാം. എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പ്. ഇങ്ങനെ സ്വന്തം നേതാക്കളാൽ വിശ്വാസത്തിന്റെ പേരിൽ പറ്റിക്കപ്പെടുന്ന വേറെ ഒരു വിഭാഗവും ഭൂലോകത്തുണ്ടാവില്ല. KM ഷാജിയെ പോലുള്ളവർ ഛർദ്ദിക്കുന്നത് എന്തും ഒരറപ്പുമില്ലാതെ വായിൽ ഏറ്റുവാങ്ങാൻ തങ്ങളുടെ മുന്നിൽ പച്ചപ്പട ഇനിയും വാ പൊളിച്ചിരിക്കുമെന്ന് ഈ നേതാക്കന്മാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടുകൂടിയായിരിക്കും പലപ്പോഴും ഇക്കൂട്ടരെ തിരിച്ചറിവില്ലാത്ത ഒരു മൃഗത്തിന്റെ പേര് ചേർത്ത് വിളിക്കുന്നത്. കഷ്ടം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.